സുഹൃത്തെ, ലൈഫിൽ നമ്മൾ സ്റ്റക്കായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അത് എത്ര ദിവസം ഞാൻ അതിലേക്ക് ഇരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. നിങ്ങൾ വിചാരിക്കും ഒരു 10 ദിവസം കൊണ്ട് ക്ലിക്കാവും, എനിക്ക് പൈസ വരാൻ തുടങ്ങും. ചിലർ വിചാരിക്കും ഒരു മാസം ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ, അടുത്ത മാസം തൊട്ട് ക്ലിക്കാവും. ചിലർ വിചാരിക്കും എനിക്ക് ആദ്യം കിട്ടിയ ഫസ്റ്റ് ഇംപ്രഷൻ എന്നും ഉണ്ടാവും, പക്ഷേ അടുത്ത ആഴ്ച മുതൽ ഇയാൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടാവില്ല. ഇത് ലൈഫിൽ സ്റ്റക്കാവുന്ന ആളുകൾ ആദ്യമേ മനസ്സിൽ കാണും. ഞാനിത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ആഴ്ച തൊട്ട് തന്നെ ലാഭം ഉണ്ടാവും, ചിലപ്പോൾ ഒരു മാസം എടുക്കും, ചിലപ്പോൾ 1.5 മാസം എടുക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ ചിലപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിലോ, ഞാൻ ചിലപ്പോൾ 2 മാസം കൊണ്ട് പൂട്ടേണ്ടി വരുമോ, ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെടുവോ, ചിലപ്പോൾ എന്നേക്കാൾ നല്ല ഐഡിയ ആയിട്ട് വേറെ ആൾ വന്നാൽ ഞാൻ എത്ര ദിവസം അവിടെ പിടിച്ച് നിൽക്കും, ചിലപ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോൾ എൻ്റെ ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെടില്ലേ, ചിലപ്പോൾ എന്നേക്കാൾ പൈസ ഉള്ള ആളുകൾ എൻ്റെ ഐഡിയ ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോയില്ലേ, ഞാനിത് ഒരു ചെറിയ ലെവലിൽ തുടങ്ങിയിട്ട് ഇത് ക്ലിക്കാവോ, എത്ര ദിവസം ഇത് ഓടിക്കേണ്ടി വരും, ഇതുപോലുള്ള കുറേ തോട്ട്സ് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകും. ഇത് തോട്ട്സ് മാത്രമല്ല, ഇതൊരു റിയാലിറ്റിയാണ്. ഞാനൊരു ടൈം ഗ്യാപ്പ് പറയാം. ഒരു 6 മാസത്തേക്കെങ്കിലും എന്ത് സംഭവിച്ചാലും ഞാൻ ഇതിലേക്ക് ഇരുന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇയാളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവില്ല. അവിടെ നഷ്ടം സംഭവിച്ചാലും ശരി, ലാഭം സംഭവിച്ചാലും ശരി, ആൾക്കാർ കുറഞ്ഞാലും ശരി, കൂടിയാലും ശരി, നെഗറ്റീവ് ഒപ്പീനിയനുകൾ വന്നാലും ശരി, പോസിറ്റീവ് ഒപ്പീനിയനുകൾ വന്നാലും ശരി, എന്തൊക്കെയാണെങ്കിലും ഒരു മിനിമം ടൈം ഗ്യാപ്പ് നിങ്ങളിത് ഓടിച്ചിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അതായത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ഷോപ്പ് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഷോപ്പിൻ്റെ കാര്യത്തിലൂടെ രണ്ടിനെയും ഞാൻ പറയുന്നതായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇത് ക്ലിക്കായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനിത് പൂട്ടേണ്ടി വരുമോ? എൻ്റെ തൊട്ടടുത്ത് വേറൊരാൾ ഇതേപോലെ ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്നേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തുടക്കത്തിൽ നല്ല ലാഭം ഉണ്ടായിരുന്നു, ഇപ്പോൾ ലാഭമില്ല, ഇനി എന്ത് ചെയ്യും? ഇതേ തോട്ടുകൾ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ മടിച്ചുകൊണ്ട് കാലങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കും, പക്ഷേ നേടേണ്ടവർ നേടുന്നുണ്ടാവും. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 6 മാസമെങ്കിലും നിങ്ങൾ അതിലേക്ക് കഷ്ടപ്പെട്ട് ഇരുന്നേ പറ്റൂ. അത് വിജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഒരു 6 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിലേക്ക് ഇത്ര സമയം എന്നുള്ള രീതിയിൽ ഡെയിലി നിങ്ങൾ ചിലവഴിച്ചിരിക്കണം. അതിന് തയ്യാറാവുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നേടിയെടുക്കും. നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്നും ചെയ്യാൻ കഴിയാതെ വീട്ടിലിങ്ങനെ സ്റ്റക്കായിരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തുടങ്ങിയെന്ന് വിചാരിക്കാം, അവിടെ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരു മിനിമം കാലഘട്ടത്തിലേക്ക് നിങ്ങൾ അതിൽ ഇരുന്നിരിക്കണം. ചിലപ്പോൾ അത് 3 മാസമായിരിക്കാം, 6 മാസമായിരിക്കാം, 1 കൊല്ലമായിരിക്കാം, 2 കൊല്ലമായിരിക്കാം. അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു വിജയിയുടെ കഴിവാണ്. സുഹൃത്തെ, നിങ്ങൾക്ക് കൊക്കക്കോള കമ്പനിയുടെ, വേൾഡ് ഫേമസ് കമ്പനിയുടെ ഫസ്റ്റ് ഇയറിലെ സോൾഡ് എത്രയാണെന്നറിയോ? വെറും 25 ബോട്ടിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കൊല്ലം ആകെ 25 ബോട്ടിൽ കൊക്കക്കോള വിറ്റ ഒരു കമ്പനി എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് മാറുന്നത്? നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നമ്മൾ ഫസ്റ്റ് ക്വിറ്റ് ചെയ്യില്ലേ? ഇതാണ് ഞാൻ ആ പറഞ്ഞ ടൈം ഗ്യാപ്പ്. ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തു നിൽക്കുക, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനൊരു കഴിവ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ സ്റ്റക്ക് ആവില്ല.